നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. അർജന്റീന ക്യാമ്പിൽ നിന്ന് അത്ര ശുഭകരമല്ലാത്തൊരു വാർത്ത പുറത്തേക്ക് വരുന്നുണ്ട്. അവരുടെ സെൻറ്റർ ബാക്ക് പൊസിഷനിലേക്കുള്ള ബാക്കപ്പ് എന്ന രൂപത്തിൽ സ്ക്വാഡിലേക്ക് എടുത്തിട്ടുള്ള ലിയോ ബലേഡിക്ക് പരിക്ക് പറ്റിയിരിക്കുന്നു. ട്രെയിനിങ്ങിനിടക്കാണ് പരിക്ക് പറ്റിയിരിക്കുന്നത്. അത് മസിൽ ഇഞ്ചുറിയാണ്. കുറച്ചധികം നാൾ പുറത്തിരിക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ താരത്തെ സ്ക്വാഡിൽ നിന്ന് ഒഴിവാക്കേണ്ടി വരുമെന്നാണിപ്പോൾ ലഭ്യമാവുന്ന വിവരങ്ങൾ. അർജന്റീൻ മാധ്യമപ്രവർത്തകൻ ഗാസ് നെഡൂലിക്കാരൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് ഒരു മസ്കുലർ ടീർ സംഭവിച്ചിരിക്കുകയാണ് ലിയോ ബലേഡിക്ക്. കോച്ചിങ് സ്റ്റാഫ് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ വരുന്ന മണിക്കൂറുകളിൽ ഒരു തീരുമാനമെടുക്കും എന്നാണ് ഗാസ് നെഡൂൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം ഗാസ് നെഡൂലിൻ്റെ അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമമായിട്ടുള്ള TYC സ്പോർട്സ് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ അവർ പറയുന്നത് ബാഡ് ന്യൂസ് ഫോർ അർജന്റീന നാഷണൽ ടീം എന്നാണ്. ഒളിമ്പിക് മാർസയുടെ ഡിഫൻഡർ ആയിട്ടുള്ള ലിയോ ബലേഡിയെ സ്ക്വാഡിലേക്ക് എടുത്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ ക്യൂട്ടി റൊമേറോക്ക് ഒരു ബാക്കപ്പ് എന്ന രൂപത്തിലാണ്. ഓൾറെഡി ക്യൂട്ടി റൊമേറോ പരിക്കിൻ്റെ പിടിയിൽ നിന്ന് മുക്തനായി വരുന്നേ ഉള്ളൂ. അപ്പോൾ മത്സരങ്ങൾക്ക് ലിയോ ബലേഡിയെ കൂടി ഉപയോഗപ്പെടുത്തേണ്ടി വരും എന്നുള്ള ധാരണയിൽ തന്നെയാണ് ലയണൽ സ്കലോനി അദ്ദേഹത്തെ സ്ക്വാഡിലേക്ക് എടുത്തിരുന്നത്. ഇപ്പോഴിതാ താരത്തിന് ഈ ട്രെയിനിങ്ങിനിടക്ക് പരിക്ക് പറ്റിയിരിക്കുകയാണ്. ഇന്നലെ അദ്ദേഹത്തിന് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നാണ് റിപ്പോർട്ട്. സോ അദ്ദേഹത്തിന് ഏറ്റവും ചുരുങ്ങിയത് ഒരു 21 ദിവസക്കാലമെങ്കിലും പുറത്തിരിക്കേണ്ടി വരുമെന്നാണ് റിപ്പോർട്ട്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ വേൾഡ് കപ്പിലെ കുറേ ഭാഗം അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഒരു റീപ്ലേസ്മെൻറ്റിനെ കുറിച്ച് സ്കലോനി ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ റീപ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രിലിമിനറി സ്ക്വാഡിലുള്ള 55 താരങ്ങളെയാണല്ലോ പ്രിലിമിനറി സ്ക്വാഡിൽ എടുത്തിരുന്നത്. അതിൽ നിന്നാണ് ഇനിയിപ്പോൾ റീപ്ലേസ്മെൻറ്റ് സാധ്യമാവുകയുള്ളൂ. മാർക്കോ സെൻസിയാണ് ഇക്കാര്യത്തിൽ കൂടുതൽ സാധ്യതയുള്ള കളിക്കാരൻ എന്നുകൂടി ഇപ്പോൾ TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും എന്ത് തീരുമാനമായിരിക്കും കോച്ച് എടുക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണണം. നിലവിലൊരു സാഹചര്യത്തിൽ ഇദ്ദേഹം പുറത്തു പോകാൻ തന്നെയാണ് സാധ്യത ഏതാണ് TYC സ്പോർട്സ് നൽകുന്ന സൂചന. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.